ഞങ്ങളിത് ഈ സൺസെറ്റിന്റെ സമയത്ത് ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. സത്യം പറയാലോ, ഈ സമയത്ത് സൺസെറ്റ് കാണാൻ ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കുറെ ഫോട്ടോസ് ആക്ച്വലി എടുത്തു. ഞങ്ങൾ ആക്ച്വലി ബ്രൈറ്റ് ടു ബി ഫോട്ടോ എടുക്കാൻ പോകുവാണല്ലോ. പക്ഷേ ഞങ്ങൾ പുള്ളിക്കാരിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞു പോകുമായിരുന്നേ. ആളടുത്ത് ജസ്റ്റ് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്ന് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. പക്ഷേ അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ കൊണ്ടുപോയ സാധന സാമഗ്രികളെല്ലാം അവൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു സ്പോട്ട് കിട്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി. കാര്യം പറഞ്ഞാൽ ഞങ്ങളെ കാലം അവിടെ എൻജോയ് ചെയ്തത് പിള്ളേരായിരുന്നു. ഫുള്ള് മണലിരുന്ന് കളിയായിരുന്നു ലാസ്റ്റ് വരെ. പിന്നെ ഇത് ഞങ്ങളുടെ ആവശ്യമാണല്ലോ, അതുകൊണ്ടൊന്നും പറയാൻ പോയില്ല. ആദ്യമാണെങ്കിൽ നോയനെ ചേച്ചി ചേച്ചി എന്ന് വിളിച്ച് പുറകെ ഫുൾ നടത്തുമായിരുന്നു. ഈ സാധനം എനിക്കിത് വേണം എനിക്കിത് വേണമെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കല്യാണം കഴിച്ച് കുറച്ച് പേർക്ക് കുട്ടികളായിട്ടും സ്വഭാവത്തിനൊന്നും ഒരു മാറ്റമില്ല. കോളേജിന് ശേഷം ഞങ്ങൾ 7 പേരോട് ഇങ്ങനെ ഒത്തുകൂടുന്നത് ഭയങ്കര റെയറാണ്. കല്യാണം കഴിക്കാൻ പോകുന്നത് ആദ്യമാണെങ്കിലും ഞങ്ങളാണ് ശരിക്കും എക്സൈറ്റഡ് ആയിട്ടുള്ളത്. അതും നോയെ ഞങ്ങളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇവിടെ ഫുൾ തിരക്കിലാണ്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. പക്ഷെ സത്യം പറയാലോ, രണ്ടുപേരും നല്ല സ്വീറ്റ് ബേബീസ് ആണ്. അങ്ങനെ ഞങ്ങളതേ ബ്രൈഡിന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു. ആസ് യൂഷ്വൽ അവിടെ അടിയായിരുന്നു, അങ്ങനെ നില്ലേ ഇങ്ങനെ നില്ലേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾക്കാണെങ്കിൽ കുറേ നല്ല ഫോട്ടോസും വീഡിയോസ് ഒക്കെ കിട്ടി. എസ്പെഷ്യലി ഈ സൺസെറ്റിന്റെ സമയം കൂടി ആയതുകൊണ്ട്. ലാസ്റ്റിലെ ലൈറ്റ് ഒക്കെ ഒന്ന് പോയപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാന്ന് വിചാരിച്ചു. പിള്ളേരാണെങ്കിൽ അവിടെ നിന്ന് കയറി വരുന്നതുമില്ല. ഞങ്ങൾ ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തേ. ഞങ്ങളുടെ പഴയ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും ബഹളവും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ദിവസം എങ്ങനെ പോയെന്ന് എനിക്ക് ഒരു പിടിയും ഇല്ല. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾക്ക് വല്ല സങ്കടമൊന്നും ഇല്ലായിരുന്നേ. കാരണം ഇനിയും ഞങ്ങൾ ഗെറ്റ് ടുഗദർ ഉണ്ട് കല്യാണത്തിന്റെ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.